അങ്ങനെയല്ല. ഞാൻ ആ തമാശയോട് ചേരാൻ വരികയാണ്. എയിംസ് എന്നൊരു വാക്കും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം എനിക്ക് ആവശ്യമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നു. ഇതൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയുള്ള വിശദീകരണമാണ്. പ്രാദേശിക ചിന്താഗതി ആർക്കും പാടില്ല. കേരളത്തിന് എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കെന്ന പോലെ കേരളത്തിൽ ഒരു എയിംസ് എന്ന് പറയുന്നത് അവകാശമാണ്. അത് പ്രഖ്യാപിച്ചതുമാണ്. 2017 പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, എന്തൊക്കെയാണ് ഇതിനുള്ള പ്രീ റിക്വസിറ്റ്സ്, അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി അപേക്ഷ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇതുവരെ വെച്ചിട്ടില്ല. ഇപ്പൊ മുരളീധരൻ പോലും വന്ന് പറഞ്ഞത് 10 സ്ഥലം തരാം എന്നാണ് പറഞ്ഞത്. ആ 10 സ്ഥലം അവിടുത്തെ റവന്യൂ രേഖകൾ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയോ കണ്ടെത്തിയിട്ടുണ്ട്. വാങ്ങി നൽകേണ്ടതാണെങ്കിൽ എത്ര കൊടുത്ത് വാങ്ങേണ്ടി വരും? ഇതിനെ സംബന്ധിച്ച് ഇതാരുടെ കയ്യിലിരിക്കുന്ന സ്വത്താണ്? അങ്ങനെ ഒരു എയിംസ് കേരളത്തിൽ എവിടെ വന്നാലും അതിൻ്റെ ഒരു റവന്യൂ, വെള്ളം വിറ്റ് വരുന്ന വരുമാനം, ഇലക്ട്രിസിറ്റി വിറ്റ് വരുന്ന വരുമാനം, മറ്റ് കണ്ടിൻജന്റ് മൂവ്മെന്റുമാണ്. ഇന്ത്യയിലെ തന്നെ, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കണ്ടിൻജന്റ് വരവോടുകൂടി എത്രമാത്രമാണ് അവിടുത്തെ ബൈയിങ് കൂടുന്നത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൊഡക്ഷൻ, മാനുഫാക്ചർ കൂടുന്നത്, എല്ലാവരുമായിട്ടുള്ള മറ്റെത്ര സ്ഥാപനങ്ങൾ വരും? ഇത്രയും പ്രഷർ ഉൾക്കൊള്ളാനുള്ള ഈസിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി, വളരെ സുഗമമായിട്ടുള്ള കണക്ടിവിറ്റി ഏതൊക്കെ ദിക്കിൽ? ഇനി ഭാരതത്തിലെ തന്നെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന 2-3 ബോർഡർ പ്രദേശങ്ങളുണ്ട്. 2 സംസ്ഥാനങ്ങളുടെ തന്നെ ബോർഡർ പ്രദേശങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഇതിൻ്റെ ഒരു ലീനിയർ ബെനഫിറ്റ്സ് എങ്ങനെ വരും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ കാസർഗോഡ് മുതൽ കളീക്കര വരെയുള്ള മലയാളിക്ക് തുല്യ ദൂരം ഓടിയെത്താൻ പറ്റുന്ന സ്ഥലം ഏത് എന്ന് പറയുന്ന സെൻസിബിൾ, ഫീസിബിൾ ഐഡിയ മാത്രമാണ്. പ്രാദേശികതയെ അല്ല തൃശ്ശൂർ എന്ന് വിചാരിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരു അവകാശവാദം